അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി ആക്രമണമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഈ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളാണ്. 11 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ഒരു ഏഷ്യൻ വംശജൻ, പാകിസ്ഥാൻ വംശജൻ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. വിമാനത്താവളത്തിൽ അടിയന്തരമായി സുരക്ഷാ സേനയെ വിന്യസിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവർക്ക് ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകി. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ വിമാനത്താവളങ്ങളിൽ ലക്ഷ്യം വെക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്യം ലക്ഷ്യമാക്കി വന്ന, അതായത് ദുബായ്, ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി വന്ന 137 മിസൈലുകളിൽ 132 എണ്ണവും 209 ഡ്രോണുകളിൽ 195 എണ്ണവും വ്യോമ പ്രതിരോധ സേന തകർത്തു എന്നാണ് UAE ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശേഷിച്ചവ കടലിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും പതിച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവയുടെ അവശിഷ്ടങ്ങളാണ് ഈ ജനവാസ മേഖലയിൽ പതിച്ചിട്ട് ഒരു പരിഭ്രാന്തിയും മറ്റും സൃഷ്ടിച്ചത്. അല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ UAE പോലുള്ള രാജ്യങ്ങളിൽ ഇല്ല. ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിനായി ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് UAE ഭരണാധികാരി. സംഭവത്തിൽ ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല, സംയമനം പാലിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളോട് ആത്മവിശ്വാസത്തോടെ തുടരാനാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്ലൈഡറുകൾക്കും ആളില്ലാ വിമാനങ്ങൾക്കും മറ്റും ഒരാഴ്ച നിരോധനം ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ആശങ്ക ചില്ലറയല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലുമാണ് ആക്രമണം നടത്തിയതെങ്കിലും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അടിക്കുക എന്നുള്ളത് ഇറാന് എളുപ്പമല്ല. അതിന് ബദലായാണ് ഇപ്പോൾ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുന്നത്. എത്രത്തോളം ഗൗരവതരമാണ്, ഗുരുതരമാണ്? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മറ്റ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. ഈ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇപ്പോൾ ഇറാൻ ആദ്യം വിചാരിച്ചത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമായതിനാൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം നിലകൊള്ളും എന്നാണ് ഇറാൻ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. UAE ആണെങ്കിലും അതുപോലെ തന്നെ ഖത്തറാണെങ്കിലും മറ്റ് പല ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, അവർ എല്ലാവരും ഇറാനെതിരെ ശക്തമായിട്ട്